അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാകും, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് അങ്ങ് കണ്ണ് ചുമ്മി തുറക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ ഒരു വിഷയം പേരോട് ഉസ്താദ് അവതരിപ്പിക്കുമ്പോൾ പേരോട് ഉസ്താദ് പറഞ്ഞിരുന്നു, ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആദം ചൊല്ലി പ്രാർത്ഥന നടത്തി, അങ്ങനെ അള്ളാഹു തആല അത് അവിടെ കൊണ്ടുവന്നു എന്ന്. അതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു ദുആ സമ്മേളനം തന്നെ അവിടെ നടത്തി എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പേരോട് ഉസ്താദിനെ പരിഹസിച്ചുകൊണ്ട് കാട്ടുവളപ്പിൽ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുവയ്ക്കാണ്. കണ്ണ് ചെമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്നു. അയാളിങ്ങനെ അവതരിപ്പിക്കുന്ന രൂപം എങ്ങനെ വെച്ചാൽ, ആസഫിന് ബർഖിയനോട് ഈ സുലൈമാൻ നബി ചോദിക്കാണ് ആ സിംഹാസനം കൊണ്ടുവരണം. ഉടനെ മൂപ്പര് ഇസ്മുൽ ആദം ചൊല്ലിയിട്ട് ഒരു ദുആ നടത്തിയതാണ്. ആ ദുആ നടത്തിയപ്പോൾ അള്ളാഹ് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണേ, അവിടെയും അള്ളാഹ് ആസഫിന് ബർഖിയക്ക് കഴിവ് കൊടുത്ത് ആസഫിന് ബർഖിയ കൊണ്ടുവന്നു എന്ന് പറയാനുള്ള മടി കൊണ്ട് അത് നേരെ അള്ളാഹ് കൊണ്ടുവന്നു എന്നാക്കിയിട്ട് മൂപ്പര് അവിടെ ഒരു ദുആ സമ്മേളനം നടത്തിയിട്ടുള്ളൂ എന്നുള്ളതിലേക്ക് കൊണ്ടുപോകാണ്. ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആദം ചൊല്ലി ദുആ ചെയ്തു, ഒരു ദുആ സമ്മേളനം തന്നെ നടത്തി എന്നാ പറഞ്ഞത്. വീണ്ടും പറയണ്ട, കൂടി കേൾക്ക്. അപ്പൊ മൂസാ നബി സുലൈമാൻ നബി എന്നാ കൊണ്ടുവരി പറഞ്ഞപ്പോൾ മൂപ്പര് അൽ ഫാത്തിഹ എത്ര സമയം കണ്ടാ കൊണ്ടുവന്ന് കണ്ണ് ചെമ്മി തുറക്കുന്നതിന് അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ആ ടൈം കഴിഞ്ഞു പോയും. അൽ ഫാത്തിഹ ഒരു യാസീനും പിന്നെ ഒരു സ്വലാത്തൊക്കെ ചൊല്ലി ദ്വായർന്ന് അങ്ങനെ അങ്ങോട്ട് എത്തിയതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എവിടേക്കാണ് ഈ പോക്ക്? ഒരു തനി ജാഹിലൻ എന്നിട്ട് ചങ്ങായി ഒരു വിവരം പറഞ്ഞില്ല. ദർസുകളിൽ ഓതി പഠിക്കുന്ന ജലാലൈനി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജഹാനത്ത് പറയില്ല. അൽ ഫാത്തിഹ വിളിച്ചാണല്ലോ മഹാന്മാരായ ഔലിയാക്കളുടെ അടുക്കൽ ചെന്നൊരു വിഷയം പറഞ്ഞാൽ അവർ ഫാത്തിഹയും യാസീനും ഖുൽഹുവല്ലാഹു ഓതിയിട്ട് പറയണോ? എവിടുന്ന ഈ ജാഹിൽ നീ തന്നെ ഔലിയാക്കൾ ആരാണെന്നും അവരെ മഹത്വം എന്താണെന്നും ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ ഇതൊന്നും പഠിച്ചിട്ടില്ല ജാഹിൽ. എന്നിട്ട് പേരോട് ഉസ്താദ് പറഞ്ഞേ ഗണ്ണിക്കാൻ വിരോധന്. പേരോട് ഉസ്താദ് പറഞ്ഞത് കേട്ടിരിക്കുന്നത് സിംഹാസനം എത്തി. നിങ്ങൾ ആലോചിക്കണം, എങ്ങനെ എത്തി ആ സിംഹാസനം? എത്രയോ നൂറുകണക്കിന് കിലോമീറ്ററുകളുടെ സിംഹാസനം എങ്ങനെ എത്തി? ആ റൂമിന്റെ ഉള്ളിൽ നിന്ന്, കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന്, ആ പൂട്ടുകളിലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെ എത്തി? അവിടെയാണ് ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ആകാശങ്ങളെയും ഭൂമികളെയും മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബ്, ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല. ആ റബ്ബാണ് ഔലിയാക്കൾക്ക് കറാമത്ത് നൽകുന്നത്, ആ റബ്ബാണ് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് നൽകുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു അതേ അൽ ഇസ്മുൽ ആദം എന്ന് പറയുന്ന പടച്ചവന്റെ മഹത്തായ നാമം ഉച്ചരിച്ച് ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ അതവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. കേട്ടില്ലേ? ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആദം ഉച്ചരിച്ച് പ്രാർത്ഥന നടത്തിയപ്പോൾ ബിൽഖീസ് രാജ്ഞിയുടെ ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലെത്താണ്. ഇത് ഏതെല്ലാം തഫ്സീറുകളിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് പള്ളി ദർസുകളിലൊക്കെ ഓതിക്കൊടുക്കുന്ന ആ ജലാലൈനി, ആ ജലാലൈനിയിൽ ഈ വിഷയം പറയുന്നുണ്ട്. എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അതിങ്ങനെ വിശദീകരിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ആകാശത്തിലേക്ക് നോക്കുന്ന അവസരത്തിൽ ആസഫു ബിൽ ഇസ്മിൽ ആദം, ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആദം കൊണ്ട് ദ്വാർന്നു. ആസഫ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു ബിൽ ഇസ്മിൽ ആദം, ഇസ്മുൽ ആദം കൊണ്ട്. എന്തിനെ? അയ്യതി അല്ലാഹു ബിഹി, അല്ലാഹു ആ സിംഹാസനം കൊണ്ടുവരാൻ. എന്നിട്ട് എന്തുണ്ടായി? ഫഹസല, അതുണ്ടാവുകയും ചെയ്തു. അല്ലാഹു തആല സിംഹാസനം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ എത്തിച്ചു. ഇത് ജലാലൈനിയാണ്. ഇതേ വിഷയം തഫ്സീർ തബരി അവിടെ കാണാം. ഫദഅ ബിൽ ഇസ്മിൽ ആദം, ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആദം കൊണ്ട് ദുആ ചെയ്തു. ഇതന്നല്ലേ പേരോട് ഉസ്താദും പറഞ്ഞത്. എന്ന് മാത്രമല്ല, ആ തബരിയിൽ പറയുന്നുണ്ട് ഫഫിൽ കലാമി മത്റൂഖുൻ, ഈ കലാമിൽ ഒരു മഹദൂഫ് ഉണ്ട്. അതെന്താ? വഹുവ ഫദഅ അല്ലാഹ ഫഅതാ ബിഹി. അല്ലേ? ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു, അങ്ങനെ ഫഅതാ ബിഹി. ആരാ കൊണ്ടുവന്നത്? അല്ലാഹുവിനാണ് കൊണ്ടുവന്നത്. അള്ളാഹു കൊണ്ടുവന്നു എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞപ്പോ കാട്ടുവളപ്പിൽ നൗഷാദ് അവിടെ പരിഹസിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഫഅതാ ബിഹി, അല്ലാഹു തആല അങ്ങനെ അത് കൊണ്ടുവന്നു. തഫ്സീർ തബരിയാണ്. ഇനി തഫ്സീർ ബഹറുൽ മുഹീത്തിൽ ഇതേ വിഷയം. ഫലമ്മാ റആഹു മുസ്തഖറൻ ഇൻദഹു, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹറുൽ മുഹീത്തിൽ പറയുന്നു ഫിൽ കലാമി ഹദ്ഫുൻ, ഈ കലാമിൽ ഒരു കളയലുണ്ട്. തഖ്ദീറുഹു, ആ കളഞ്ഞതിനെ സങ്കല്പിക്കല് ഫദഅ അല്ലാഹ ഫഅതാ ബിഹി. കണ്ടില്ലേ? ഫദഅ അല്ലാഹ, ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഫഅതാ ബിഹി,
അങ്ങനെ അള്ളാഹു താല ആ സിംഹാസനം കൊണ്ടുവന്നു. ഇങ്ങനെ എത്ര എത്ര തഫ്സീറുകളിലുണ്ട്. ഇതൊന്നും കാണാതെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഗണ്ണിക്കാൻ വന്നതാ. ജാഹിൽ എന്നല്ലാതെ അവനെ പറ്റി എന്താ പറയാ? ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.